നമ്മൾ ഈ രാത്രിയിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ച് കിടക്കാനൊക്കെ പറയുമ്പോഴേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ചിലപ്പോൾ രാത്രിയിലൊക്കെ ഞെട്ടി എഴുന്നേൽക്കുന്ന ആൾക്കാരുണ്ട്, പേടിച്ച് സ്വപ്നമൊക്കെ കാണുന്ന ആൾക്കാരുണ്ട്. എന്നോട് അങ്ങനെ ഒത്തിരി പേര് ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്, അച്ഛാ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട അതിൻ്റെ അർത്ഥം എന്നാന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ചില സമയത്ത് ചിലതൊക്കെ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണും. വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ താഴോട്ടൊക്കെ വീഴുന്നു, പിന്നെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വലിച്ചു കീറുന്നു, അങ്ങനത്തെ സ്വപ്നമൊക്കെ ആയിരിക്കും കാണുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, പലതും നമ്മളിങ്ങനെ അസ്വസ്ഥപ്പെടുത്താറുണ്ട് അല്ലേ. രാത്രിയിൽ ചിലപ്പോൾ ഞെട്ടി എഴുന്നേൽക്കുന്നു, പുറത്തൊരു ശബ്ദം കേൾക്കുന്നു, ചിലപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്നു. നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു ആളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ്. അത് നമ്മുടെ പ്രിയപ്പെട്ട ദാവീദാണ്. സങ്കീർത്തനം 16 നിങ്ങൾ ഉറപ്പായിട്ടും വായിച്ചിട്ടുണ്ടാവല്ലോ. 16-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്. കുഞ്ഞു സങ്കീർത്തനം നിങ്ങളിന്ന് കിടക്കുന്നതിന് മുമ്പ് വായിക്കണം കേട്ടോ. 16-ാം സങ്കീർത്തനം ബ്യൂട്ടിഫുൾ ആയൊരു സങ്കീർത്തനം, കുഞ്ഞാണ് കേട്ടോ. ഇവിടെ കാണാപ്പാടം വരെ പഠിക്കാൻ പറ്റുന്ന നല്ല സങ്കീർത്തനമാണ്. ഇപ്പോൾ ദാവീദ് അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. 16-ാമത്തെ അധ്യായം വായിച്ചു നോക്കുമ്പോൾ ദാവീദ് ഇങ്ങനെ പറയും, എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു, ഉറക്കത്തിലും രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ കർത്താവ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. രാത്രിയിലും കർത്താവിൻ്റെ ഒരു ബോധ്യം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒത്തിരി വലിയ കോംപ്ലിക്കേറ്റഡ് അത് ചിന്തിക്കല്ലേ, വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചേ. ദാവീദ് പറയണേ, എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്, രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങുമ്പോൾ പോലും കർത്താവ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഒന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തട്ടിപ്പിടിച്ചായിരിക്കും കിടക്കാൻ വേണ്ടി പോകണം, ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് പരിശ്രമിക്കുന്നു. ഉരുണ്ടും പെരണ്ടും ഒക്കെ നമ്മൾ പിന്നെ ഇങ്ങനെ ഒന്ന് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കായിരിക്കും. രാത്രിയിൽ എന്നാ സംഭവിക്കുന്നത്? ഒത്തിരി ചിന്തകൾ ചിലപ്പോൾ വരുമോ, ചിലപ്പോൾ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ നമ്മൾ കാണുമോ, എന്തൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്ന അസ്വസ്ഥതകൾ, നമ്മൾ ഉറക്കം നഷ്ടപ്പെടുന്ന ഒത്തിരി കാര്യങ്ങളുള്ളപ്പോൾ ദാവീദ് നമ്മുടെ മുമ്പിൽ ഒരു വലിയ കാര്യം പറയാണ്, എൻ്റെ ഉറക്കത്തിലും എൻ്റെ രാത്രികളിലും കർത്താവിൻ്റെ പ്രബോധനം, കർത്താവിൻ്റെ സ്വരം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പ്രിയപ്പെട്ട സ്വരങ്ങളെ, മറ്റ് സ്വപ്നങ്ങളല്ല, പേടിപ്പിക്കുന്നതാവട്ടെ, അസ്വസ്ഥപ്പെടുന്നതാവട്ടെ, ഇനി നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്നതാവട്ടെ, ഒന്നുമല്ല. കർത്താവിൻ്റെ സ്വരം ഉറക്കത്തിലും കേൾക്കാൻ പറ്റണം. അങ്ങനെയുള്ള ഒത്തിരി പേരെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. സാമുവേൽ പ്രവാചകൻ ദേവാലയത്തിലെ വിളക്ക് കെടാതെ അതിൻ്റെ അടുത്ത് കിടന്ന ഒരാൾ ഈ ഉറക്കത്തിൽ കർത്താവിൻ്റെ സ്വരം കേൾക്കുകയാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്നിട്ടുണ്ടായി യോസേപ്പ് പിതാവ് ഉറക്കത്തിൽ സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയാണ്. പഴയ നിയമത്തിലെ ജോസഫ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയം സ്വപ്നം കാണുമ്പോൾ കർത്താവിൻ്റെ സ്വരമായിട്ട് അത് ഏറ്റെടുക്കാൻ വേണ്ടി പറ്റുകയാണ്. ഇത് കർത്താവിൻ്റെ സ്വരമാണെന്ന് തിരിച്ചറിയും. യോസേപ്പ് പിതാവിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന ഏറ്റവും വലിയ കാര്യം എന്നല്ലേ, ഈ ഉറക്കത്തിൽ കണ്ടൊരു സ്വപ്നം, ഈ സ്വപ്നത്തിൽ കേട്ടൊരു സ്വരം അത് ദൈവത്തിൻ്റെതാണെന്ന് മനസ്സിലാക്കുകയും അത് അനുസരിക്കുകയും ചെയ്യാനൊക്കെ കാണിക്കുന്ന ഒരു വലിയ വിശ്വാസമൊക്കെ ഉണ്ടല്ലോ. ഇപ്പം രാത്രിയിൽ കർത്താവിൻ്റെ പ്രബോധനം എന്നറിയണം. ഇനി ദാവീദിന് കിട്ടിയ ഏറ്റവും വലിയ പ്രബോധനം എന്താണെന്നറിയും? അതാണ് ഈ സങ്കീർത്തനം 16-8. ആ പ്രബോധനം എങ്ങനെയാണ്? കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടില്ല. നിങ്ങൾ ആ വചനം ഒന്ന് അടയാളപ്പെടുത്തിയിടണം. എനിക്ക് തോന്നുന്നു നിങ്ങൾ മിക്കവരുടെയും ബൈബിളിലെ ആ വചനം അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. സങ്കീർത്തനം 16-8 ഈ ദാവീദിന് കിട്ടിയ ഏറ്റവും വലിയ പ്രബോധനങ്ങളിലൊന്നാണത്. ആ പ്രബോധനം ബോധ്യം എന്താ? രാത്രിയിലും ഉറക്കത്തിലും കിട്ടിയ പ്രബോധനം, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. ഞാൻ ഉണരുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും ഞാൻ എഴുന്നേൽക്കുമ്പോഴും 139-ാം സങ്കീർത്തനമൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ, എല്ലാം എൻ്റെ കർത്താവ് അറിയുന്നു, അവിടുന്ന് എൻ്റെ കൂടെ തന്നെയുണ്ട്, അവിടുന്ന് കൺമുമ്പിലുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങത്തില്ലെന്ന്. രാത്രിയിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു സ്വപ്നം കണ്ടാലും നാളെ പ്രഭാതത്തിൽ നിങ്ങൾ ഉണർന്ന് പേടിയോടെയാണ് നിങ്ങളുടെ ജോലിക്കും നിങ്ങളുടെ പഠനത്തിനും നിങ്ങളുടെ മിനിസ്ട്രിക്കും നിങ്ങൾ പോകുന്നതെങ്കിലും ഒറ്റ ബോധ്യമാണ് നമ്മുടെ ഉള്ളിൽ, ഉറക്കത്തിലും ഉണർവിലും ഈ പ്രബോധനം നിറയണം, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങത്തില്ലെന്ന്. അങ്ങനെ ഒരു ബോധ്യത്തോടെ ധൈര്യത്തോടെ വേണം എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ ഇന്ന് ഉറങ്ങാനും നാളെ എഴുന്നേൽക്കാനും. സങ്കീർത്തനം 16 ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്ന് വായിക്കണം. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഈ സങ്കീർത്തനം ഒന്ന് വായിക്കണം കേട്ടോ. പറ്റുമെങ്കിൽ ഈ നമ്മളെ ഒരു ജനുവരി മാസത്തിലാണ്, അതിൻ്റെ അവസാനത്തെ ദിവസങ്ങളിലേക്ക് കടന്നു. എല്ലാ മാസവും ഒരു സങ്കീർത്തനം കാണാപ്പാടം പഠിക്കാൻ പറ്റുമോ നോക്ക്. നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. ഞാൻ ഈ ദിവസങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ അതിനകത്ത് വേണമെങ്കിൽ ഏറ്റവും ചെറുത് നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നെ ഇതുപോലെ നോക്കിയാൽ മതി. ഒരു മാസത്തിൽ ഒരു സങ്കീർത്തനം കാണാപ്പാടം പഠിക്കാമെങ്കിലേ ഒത്തിരി പേർക്കും അറിയാമായിരിക്കും. ഒരു 5-6 സങ്കീർത്തനമൊക്കെ കാണാതെ അറിയാവുന്നവരൊക്കെ ഉണ്ടാവും. ഇതുവരെ എങ്ങനെ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഈ വർഷം നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമല്ലോ. ഒരു മാസം ഒരു സങ്കീർത്തനം, അങ്ങനെ 12 സങ്കീർത്തനങ്ങൾ മിനിമം കാണാപ്പാടം പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊരു ഈ ജനുവരിയിലെ ഒരു ചലഞ്ചായിട്ട് അതങ്ങ് ഏറ്റെടുത്തോ. സങ്കീർത്തനം 16 കാണാതെ പഠിക്കാൻ പറ്റുമോ നോക്കണം കേട്ടോ. അതിൻ്റെ ഈശോ അനുഗ്രഹിക്കട്ടെ. അത് നിങ്ങൾക്കൊരു ധൈര്യമായിട്ട് മാറട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈശോ എപ്പോഴും നിൻ്റെ മുമ്പിലുണ്ട്, നീ ഭയപ്പെടേണ്ട. കർത്താവ് മുമ്പിലുള്ളത് കൊണ്ട് നീ കുലുങ്ങത്തില്ല. കർത്താവ് രാത്രിയിലും പകലും എപ്പോഴും നിനക്ക് പ്രബോധനം തരട്ടെ. കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.